ആരോപണത്തിന്റെ തുടർച്ചയാണ് മനുഷ്യനിർമ്മിത പ്രളയം എന്ന ആരോപണം ആവർത്തിക്കുകയാണ് മാത്യു കുഴൽനാടൻ. ജലവിഭവ വകുപ്പ് മണ്ണ് സംരക്ഷിക്കാൻ നിന്നത് എന്തിനാണ് എന്ന് മാത്യു കുഴൽനാടൻ ചോദിക്കുകയാണ്. പ്രളയത്തിലും CPM BJP ഡീലുണ്ട്, ഇതിലും അക്കാര്യം നടക്കുകയാണെന്നും മാത്യു കുഴൽനാടൻ ആരോപിക്കുകയാണ്. കോടതിയിലെ തിരിച്ചടിയിൽ M സ്വരാജിനും കുഴൽനാടൻ മറുപടി നൽകിയിട്ടുണ്ട്. ഞാൻ ഇന്ന് രാവിലെ ഏതാനും പത്രക്കാർ വന്നിരുന്നു. അപ്പോൾ അവർക്ക് ഞാനൊരു ഡോക്യുമെൻ്റ് കൊടുത്തു. അതിൻ്റെ അകത്ത് കാണുന്നത് പ്രളയത്തിന് ശേഷവും 2019 ഇതിൻ്റെ മാനേജ്മെൻറ്റ് ഭാഗമായി നടക്കുന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അവിടെയും അവരുടെ കണ്ണ് കരിമണലിലാണ് എന്നുള്ളതാണ്. ഒരനുഭവം ഉണ്ടായിട്ട് പോലും എത്രയും പെട്ടെന്ന് തുറന്നു വിട്ട് അല്ലെങ്കിൽ ഷട്ടറുകൾ തുറന്ന് സേഫാക്കി വെക്കുന്നതിന് പകരം മഴ വരുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും മണ്ണെടുക്കണം എന്ന് ആവശ്യപ്പെടുന്ന എക്സിക്യൂട്ടീവ് ഓർഡറാണ് ജലസേചന വകുപ്പ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. തന്നെയല്ല, ഇന്നിപ്പോൾ മാത്യു ടി തോമസിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത് കേട്ടു, മണ്ണെടുക്കാനുള്ള അനുമതി കൊടുക്കേണ്ടത് വ്യവസായ വകുപ്പാണ്. അപ്പോൾ ജലസേചന വകുപ്പ് മണ്ണെടുക്കുന്നതിന് അനുമതി കൊടുത്ത റെക്കോർഡാണ് ഞാനിന്നിപ്പോൾ പത്രക്കാർക്ക് കൊടുത്തിട്ടുള്ളത്. അത് നോക്കുമ്പോൾ അറിയാം, ഇറ്റ്സ് ക്ലിയർ ആയി. പിന്നെ അപ്പോൾ അദ്ദേഹം പറഞ്ഞ പച്ചക്കള്ളമാണ്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞ അദ്ദേഹം ഉണ്ടെങ്കിൽ ഫോർജറിയോ അല്ലെങ്കിൽ ഇത് കേസെടുത്ത് നോൺ ബെയിലബിൾ ആയിട്ടുള്ള കേസല്ലേ, എന്നാൽ എന്നെ പോലെ ഒരാളൊരു ഫോർജറി ഡോക്യുമെൻ്റ് ഒരു മിനിസ്റ്റർക്കെതിരെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഞാനങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കെതിരെ ഇത് ചെയ്യേണ്ടതല്ലേ. അപ്പോൾ ഇതെല്ലാം കൂടി കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നതല്ലേ.